ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1788. ഇന്ന് നവംബർ മാസം 22-ാം തീയതി 327-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ 44-45 തിരുവചനങ്ങൾ. ശത്രുക്കളെ അനുഗ്രഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിക്കും അസാധ്യമായ കാര്യമാണ്. ക്രിസ്തുയേശു അത് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അസാധ്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം, അല്ലേ? അവിടെ തന്നെ യേശു വിശദീകരിക്കുന്നുണ്ട്. നല്ലവരുടെയും മോശപ്പെട്ടവരുടെയും മീതെ വെയിലും മഴയും മഞ്ഞും പൊഴിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹത്തെക്കുറിച്ച്. നീതിമാന്മാരുടെ മീതെയും നീതിരഹിതരുടെ മീതെയും മഴയും മഞ്ഞും വെയിലും ദൈവം ഉദിപ്പിക്കുന്നു. ശരിയാണ്, അവിടെ ദൈവം ഒരു പക്ഷപാതം കാണിക്കുന്നില്ല. നമ്മളിങ്ങനെ എല്ലാവരെയും ഒക്കെ കാര്യമായി വെറുപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. സകലരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് നമുക്കൊക്കെ എന്തുമാത്രം തിടുക്കമാണ്, എന്തൊരു സാമർഥ്യമാണ്. അത്തരം ഒരു നോട്ടമോ ദൃഷ്ടിയോ കാഴ്ചയോ അവനവനിലേക്കൊന്ന് തിരിച്ചു വെച്ചിരുന്നെങ്കിൽ. മാത്രമല്ലേ, കുറവുകൾ നമ്മളിങ്ങനെ കണ്ടെത്തുകയും വെളിപ്പെടുത്തുകയും അവരെ പരിഹസിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുടെ അംശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുമോ? നമ്മളുടെ ഈ ദുഷിച്ച പ്രവണത കൊണ്ട് അതുകൂടി നഷ്ടപ്പെട്ടും നശിച്ചും പോവുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുയേശു പറഞ്ഞത്, ശത്രുക്കളെ അനുഗ്രഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കുറച്ചും കൂടി മനസ്സിലാക്കാനും കൂടി ശ്രമിക്കുക. പഴിചാരാനായിട്ട് എന്തുമാത്രം നമ്മൾ പാടുപെടുന്നുണ്ട്. അതിന്റെ ഇരട്ടി പ്രയത്നം വേണം ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സുഹൃതങ്ങൾ കണ്ടെത്താനായിട്ട്. കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കുമുള്ള ചായ്വ് കണ്ണിന്റെയും മനസ്സിന്റെയും ഒരു സ്വാഭാവിക വൈകല്യമാണ് കേട്ടോ. മറ്റുള്ളവരുടെ ശരികളും മികവുകളും കണ്ടെത്താനുള്ള ഒരു കോഴ്സ് തുടങ്ങിയേ മതിയാവും. ആരാണ് തുടങ്ങേണ്ടത്? ഓരോരുത്തരും. എവിടെയാണ്? അവനവന്റെ ഹൃദയത്തിലും അവനവന്റെ ഭവനത്തിലും. നന്മകളുടെയും കഴിവുകളുടെയും ശരിക്കും ഒരു പര്യവേഷണം മാത്രമാകണം സിലബസിന്റെ ഉള്ളടക്കം. എല്ലാ പഠനങ്ങളും അവസാനിക്കുമ്പോഴും അന്യന്റെ തെറ്റുകൾ കണ്ടെത്താനുള്ള പ്രവണത അവസാനിക്കുന്നില്ലെങ്കിൽ പഠിച്ച പാഠങ്ങൾ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ കൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധാപൂർവം ജീവിതത്തെ കൈകാര്യം ചെയ്യുക. കുറച്ചു നാളുകളെ ഉള്ളന്നേ, വളരെ വളരെ കുറച്ച് നാളുകളെ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുടെ വെളിച്ചമായി തെളിച്ചമായി നമ്മൾ ഓരോരുത്തരും ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലൊന്ന് തിളങ്ങി വിളങ്ങി നിൽക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ പ്രാർത്ഥനയോടുകൂടി. ആമേൻ.